29ാമത് IFFK വേദിയിൽ നിന്ന് മറ്റൊരു ആക്ടറും കൂടെ നമുക്ക് നാനയ്ക്കൊപ്പം കിട്ടിയിരിക്കുകയാണ്. അഭിജിത്ത് രഞ്ജിത്ത്. നമസ്കാരം. നമ്മൾ ഗോവിന്റെ റിലീസിന് ശേഷം നമ്മളൊരു ഇന്റർവ്യൂ ഒക്കെ ചെയ്തിരുന്നു. അപ്പം നമ്മൾ നേരിട്ടിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ IFFK എത്രാമത്തെ IFFK ആണത്? ഞാൻ അഞ്ചാമത്തെ വട്ടമാണ്. അപ്പോൾ ഈ വർഷം ശരിക്കും എനിക്ക് തോന്നുന്നു സിനിമയോടൊക്കെ ഒരു ഇഷ്ടപ്പെട്ട് തുടങ്ങിയ കാലം മുതൽ IFFKയെ കുറിച്ച് അറിയുന്നതും IFFKക്കും വരുന്ന ഒരാളായിരിക്കുമല്ലോ. അതെ, അറിയുന്ന ആളായിരുന്നു. പക്ഷെ ഞാൻ വന്നു തുടങ്ങിയത് ഇപ്പോൾ തന്നെ കുറച്ച് കാലം 5 വർഷമായിട്ടേ ഉള്ളൂ. 5 വർഷമായിട്ടുള്ളൂ. അപ്പം നമ്മൾ ഇപ്പോൾ അഭിനയിച്ചു, ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപാട് സിനിമകളിൽ ചെറിയതും ഷോർട്ട് ഫിലിമിലൊക്കെ ആയിട്ട് അഭിനയിച്ചെങ്കിൽ കൂടിയും ഈ വർഷം തന്നെ ഇറങ്ങിയ ഗൂലാണ് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു വേഷം നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മൾ IFFKക്ക് വരുമ്പോൾ ഇപ്പം തന്നെ നമ്മളിപ്പോൾ നാനയ്ക്കൊപ്പം ഒരു ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടി ഇരുത്തിയിരിക്കുകയാണല്ലോ. അപ്പോൾ ആ ഒരു മാറ്റം ഉണ്ടല്ലോ, അതിനെങ്ങനെയാണ് കാണുന്നത്? സന്തോഷമുണ്ട്, ഉറപ്പായിട്ടും. അത്രയുമെങ്കിലും അച്ചീവ് ചെയ്യാൻ പറ്റിയതിൽ ഓർത്ത് ഗ്രേറ്റ്ഫുള്ളാണ്. പക്ഷേ ഉറപ്പായിട്ടും ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പം അങ്ങനെയാണ് ആലോചിക്കാറുള്ളത്. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്കും എനിക്കൊന്ന് പലപ്പോഴും ഒരു ഐ ഓപ്പണിംഗ് ആണ് IFFK വരുമ്പോൾ. കാരണം ഒരുപാട് നല്ല സിനിമകൾ നമ്മൾ കാണുന്നുണ്ടാവും. അപ്പം നമുക്ക് ഇനിയും അടുത്ത സിനിമകളുടെ ഭാഗമാകണം എന്നുള്ളത് ഭയങ്കരമായിട്ട് ഉള്ളിൽ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കും. അപ്പം വീണ്ടും അടുത്ത എന്തെങ്കിലും ചെയ്യണം എന്നുള്ളത് തോന്നുന്നു IFFK വരുമ്പോഴാണ്. ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട്, അസോസിയേറ്റ് ഡയറക്ടറാണ് മൂവീസിൽ. അപ്പം ഇവിടെ വരുമ്പോഴാണ് ശരിക്കും പോകും നമ്മൾ എത്തിയിട്ടില്ല, അടുത്ത നെക്സ്റ്റ് ലെവലോട്ട് ഉടനെ നമ്മുടെ കഥയാണെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകണം, സിനിമ ചെയ്യണം എന്നുള്ളൊരു വെല്ലുവിളിയായിട്ട് തോന്നുന്നപ്പോഴാണ്. കാരണം നല്ല സിനിമകളും അത്രയും പല പേഴ്സ്പെക്റ്റീവുള്ള സിനിമകളും ഇവിടെ കാണാൻ പറ്റും. അതുകൊണ്ട് അപ്പോൾ അഭിജിത്തിൻ്റെ ആണെങ്കിലും ശരിക്കും ഒരു ഫ്യൂവല് പോലെ തന്നെയാണ് IFFK എന്ന് പറയുന്നത്. ഇതിനു മുമ്പ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് IFFKക്ക് വരുന്ന ഒരു കാലമൊക്കെ ഓർമ്മയുണ്ടോ? എങ്ങനെയായിരുന്നു? സ്റ്റുഡൻ്റ് ആയിരിക്കുമ്പോഴായിരുന്നു വരുന്നത്? അല്ല, ഞാൻ പാസ് ഔട്ട് ആയതിനു ശേഷമാണ് വന്നത്. എനിക്ക് 2019-18 ആ സമയത്താണ്. അപ്പം കോളേജ് കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോഴാണ് അങ്ങനെ വരണം തോന്നിയിട്ടുള്ളത്. അപ്പം ആ സമയത്ത് മാറി നടന്ന് ചുമ്മാ സിനിമ കാണുമായിരുന്നു. എനിക്ക് റിസർവേഷനൊന്നും ഇത്രയും പ്രശ്നമില്ല. ഇപ്പോഴാണ് 70% റിസർവേഷനൊക്കെ. അപ്പം കൂടുതലും അൺറിസർവ്ഡിൽ കയറാൻ പറ്റും. അപ്പം മാറി നടന്ന് ക്യൂ നിന്ന് ചുമ്മാ സിനിമകൾ കാണുമായിരുന്നു. ഇപ്പോൾ കുറച്ചുകൂടെ മാറിയിട്ട് സിനോപ്സിസ് വായിച്ച് ഈ സിനിമ നമുക്ക് പറ്റിയതാണോ, നമുക്ക് ഇഷ്ടമുള്ളതാണോ എന്നുള്ള ജേണലൊക്കെ നോക്കിയിട്ടായിരിക്കും മിക്കവാറും പോയി കാണുന്നത്. ആ ഒരു മാറ്റം എൻ്റെ കൂടെ ഉള്ളവരിലും കാണാറുണ്ട്. ഇപ്പോൾ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു IFFK പോലെ മറ്റൊരു വേദിയില്ല. കാരണം കേരളത്തിൽ നമുക്ക് സിനിമ സംസാരിക്കുന്ന, സിനിമയെ അറിയുന്ന, ഇവിടെ മൊത്തം എല്ലാവരെയും കണക്ട് ചെയ്യുന്ന ഒരേ ഒരു സാധനം അത് സിനിമ എന്നുള്ളൊരു കാര്യം മാത്രമാണ്. അപ്പോൾ സിനിമ ഒരു മനുഷ്യനിൽ ഇൻഫ്ലുവൻസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതും വലുതാണ്. അപ്പോൾ അത്തരത്തിൽ IFFK വേദിയെ, ഇവിടെ കാണുന്ന മനുഷ്യരെ, ഇവിടെ കാണുന്ന സിനിമകളെയൊക്കെ എത്രത്തോളം അഭിജിത്ത് എന്നുള്ളൊരു മനുഷ്യനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്? എനിക്കൊന്ന് ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. കാരണം എനിക്ക് പേഴ്സണലി സിനിമ അത്രയും ഇൻട്രസ്റ്റിംഗ് ഉള്ളൊരു ഏരിയയും അതുപോലെ അത്രയും വലുതായതുകൊണ്ട് കൊണ്ടായിരിക്കാം നല്ല സിനിമകൾ കാണുമ്പോഴത്തേക്കും ആ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യും. മോശം സിനിമകൾ കാണുമ്പോഴത്തേക്കും ഓക്കെ നമ്മൾ ഇത്തരത്തിലോട്ടും ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഈ തരത്തിലുള്ള തോട്ട്സും നല്ലതല്ല എന്നുള്ളതും തോന്നിയിട്ടുണ്ട്. പക്ഷേ എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ല. പക്ഷേ ചേച്ചി പറഞ്ഞ പോലെ ഉറപ്പായിട്ടും സിനിമ ഒരു മുഖ്യധാരയിലുള്ളൊരു ഘടകം തന്നെയാണ്. പല ആൾക്കാരിലും മാറ്റം വരുത്താനും അല്ലെങ്കിൽ ഒരു മോശം വഴിയിലോട്ട് പോകാനും വിപ്ലവം സൃഷ്ടിക്കാനും ഒക്കെ മാറ്റമുള്ള ഒരു ഫാക്ടർ തന്നെയാണ് സിനിമ. ഇപ്പം 4ാമത്തെ ദിവസമായി എത്ര സിനിമകൾ കവർ ചെയ്തു? ഇപ്പോൾ ഒരു 10ഓളം സിനിമകൾ കണ്ടതിൽ എടുത്തു പറയാൻ പറ്റുന്ന മറ്റ് പ്രേക്ഷകർക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും? ഉറപ്പായിട്ടും എനിക്കൊന്ന് ഇപ്പം ഓൾറെഡി OTT പ്ലാറ്റ്ഫോമിലെല്ലാം അവൈലബിൾ ആണ്. സബ്സ്റ്റൻസ് എന്ന് പറയുന്ന സിനിമ കാൻസ് ഫെസ്റ്റിവലിൽ ബെസ്റ്റ് സ്ക്രീൻ പ്ലേയും അതുപോലെ ബെസ്റ്റ് സെക്കൻഡ് മൂവി എന്തോ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ സിനിമ അടിപൊളി സിനിമയാണ് ആക്ച്വലി. എന്ന് വെച്ച് കഴിഞ്ഞാൽ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. ഇപ്പം നമുക്ക് OTTയിൽ ഉണ്ടെങ്കിലും തിയേറ്ററിൽ പോയി കാണുമ്പോഴത്തേക്കും അതൊരു ബോഡി ഹൊറർ മൂവിയാണ്. അപ്പം അതിൻ്റെ ജോണറും സിനോപ്സിസും വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത്രയൊരു ഇൻട്രസ്റ്റിംഗ് പ്ലോട്ടാണ് അതിനകത്ത് പറഞ്ഞു പോയിരിക്കുന്നത്. അത്ര അടിപൊളിയായിട്ട് തന്നെ അവർ എക്സിക്യൂട്ടും ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു എനിക്ക് ലേഡി കരോളെ ആണ് ലേഡി ഡയറക്ടറായിരുന്നു. പുള്ളിക്കാരി അതിനകത്ത് ഒരുപാട് പൊളിറ്റിക്സ് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ക്ലൈമാക്സ് വരെയും തന്നെ ഒരുപാട് പൊളിറ്റിക്സ് പറഞ്ഞിട്ടുണ്ട്. കോമ്പറ്റീഷനിലായിരുന്നു സബ്സ്റ്റാൻസ്? അത് കോമ്പറ്റീഷനിലായിരുന്നു. അതെ. മലയാള സിനിമകൾ ഏതെങ്കിലും കണ്ടിരുന്നു? കാരണം കൃഷാന്തിന്റെ എംജിത്തിന്റെ ആർട്ട് ഓഫ് വാർഫെയർ കണ്ടിരുന്നു. ഇന്നലെ ആയിരുന്നു കൃഷാന്തിന്റെ സിനിമ ഉണ്ടായിരുന്നത്. അതും നല്ലൊരു സിനിമയായിരുന്നു, പുതിയൊരു എക്സ്പെരിമെന്റ് ആയിരുന്നു. എനിക്കൊന്നും പുള്ളിയുടെ മുമ്പത്തെ സിനിമകളും എല്ലാം എക്സ്പെരിമെന്റ് മൂവീസ് ആണ്. അതെ 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 ഇത് മറ്റൊരു തരത്തിലുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. ഒരുപാട് പാരലലിയാണ് സ്റ്റോറി നറേറ്റ് ചെയ്ത് പോയിരിക്കുന്നതൊക്കെ. നല്ല ഗംഭീരം പരിപാടി ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് ഇന്നലെ കൃഷ്ണാനന്ദനത്ത് Q&A ചോദിച്ചപ്പോഴത്തേക്കും പറയുന്നുണ്ട് അതിനകത്തൊരു ഡോക്യുമെൻ്ററി ഉണ്ട്, ഇതിനകത്തൊരു എന്താ പറയുക ഫിക്ഷണൽ പാർട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ജാനേഴ്സ് എന്താ പറയുക കമ്പൈൻ ചെയ്താണ് ആ സിനിമ വന്നിരിക്കുന്നത്. അപ്പോൾ അതൊരു പുതിയ എക്സ്പീരിയൻസ് ആണ് ഉറപ്പായിട്ടും പ്രേക്ഷകർക്ക്. ഇന്നലെ അടിയുണ്ടാക്കി അത്രയും ക്രൗഡ് അതിനകത്ത് കയറിയിട്ടുണ്ട്. അജന്തയിലായിരുന്നു ഓൾമോസ്റ്റ് എല്ലാവരും തറയിൽ തന്നെ നിന്നിട്ടുണ്ടായിരുന്നു. ഒരു
വലിയ ക്രൗഡ് അതിനകത്ത് ഇന്നലെ തന്നെ കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ ഗൂലയിലേക്ക് വരുവാണെങ്കിൽ ഗൂല ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ളൊരു വേഷമാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പം നമുക്ക് നേരിട്ട് കണ്ടാൽ തന്നെ മനസ്സിലാവത്തില്ല ആ ആളാണോ ഈ ആളാണോ എന്ന് നമ്മൾ വിചാരിക്കും. അപ്പോൾ ആ ഒരു വേഷം ഒരു ചാലഞ്ചിങ്, അതിൻ്റെ റിലീസ് അതെന്തുകൊണ്ട് OTT-യിലേക്ക് വരുന്നില്ല എന്ന് പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്. അതിനൊക്കെ എന്താണ് പറയാനുള്ളത്? OTT-യിലേക്ക് എനിക്കൊന്ന് ഉടനെ വരാൻ പോവുകയാണ്. ഓൾറെഡി ഒരു OTT കൺഫേം ആയിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്കൊന്ന് ബെറ്റർ OTT നോക്കുന്നുണ്ടായെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. അപ്പം എൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എനിക്കറിയില്ല. പക്ഷേ OTT ഓൾമോസ്റ്റ് കൺഫേം ആയി എന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. എക്സ്പീരിയൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എനിക്ക് തോന്നുന്നു നാടകം ചെയ്തതിൻ്റെ വലിയൊരു വലിയ രീതിയിൽ എന്നെ സഹായിച്ചിട്ടുണ്ട് ഉറപ്പായിട്ടും. കാരണം ഒരു ഡിഫറെൻ്റ്ലി ഏബിൾഡ് ക്യാരക്ടറായിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം മെൻ്റലി റിട്ടയർഡ് ആയിട്ടുള്ളൂ. അപ്പം ഓൾറെഡി MT സാറിൻ്റെയൊക്കെ മഞ്ഞെന്ന് പറയുന്ന കഥയിൽ ബുദ്ധു എന്ന് പറയുന്ന ക്യാരക്ടർ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രശാന്ത് നാരായൺ സാറ് സംവിധാനം ചെയ്ത് മഹാസാഗരം എന്ന നാടകത്തിൽ. അപ്പം അത് ചെയ്തതിൻ്റെ എക്സ്പീരിയൻസ് നന്നായിട്ട് ഇതിനകത്ത് പ്രതിഫലിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം ഇതിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറാണ് എന്നെ ആദ്യം അവരിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പോലും. അപ്പം ഞാനിങ്ങനെ നാടകം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു എന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഓഡിഷൻ ചെയ്ത് അങ്ങനെയായിരുന്നു പ്രോപ്പർലി അതിനകത്തോട്ട് ഇന്നായത്. അപ്പം ഉറപ്പായിട്ടും അത് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ മനുഷ്യേട്ടൻ ഡയറക്ടർ അത്രയും നല്ല രീതിയിൽ തന്നെ എന്നെ കംഫേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, എനിക്ക് ചെയ്യാനുള്ളൊരു ഫ്രീഡം തന്നിട്ടുണ്ടായിരുന്നു. അപ്പം മനുഷ്യേട്ടൻ ഏത് വേണ്ടാന്നുള്ളത് മനുഷ്യൻ കൃത്യമായിട്ട് പറയും, വേണമെന്നുള്ളത് മനുഷ്യൻ എടുത്തോളും. നമ്മൾ ഫ്രീ ആയിട്ട് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, അടിപൊളി. അപ്പോൾ അടുത്ത IFFK വരുമ്പോൾ ഒരുപാട് നല്ല സിനിമകളുടെ ഭാഗമായിട്ട് നമ്മളെപ്പോഴും നവീകരിക്കുവാണല്ലോ നമ്മളെ മനുഷ്യനെ, നമ്മളെ ആക്ടറിനൊക്കെ. അപ്പോൾ ഇതിനേക്കാൾ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് ആയിട്ടായിരിക്കട്ടെ അടുത്ത IFFK നമ്മൾ കണ്ടുപിട്ടുന്നത്. അപ്പോൾ ഓക്കെ, താങ്ക് യു സോ മച്ച്.